ആ മമ്മി എന്താ പരിപാടി രാവിലെ? സ്കൂളിൽ പിള്ളേരെ വിടാനായിട്ട് കോളേജിൽ പിള്ളേരെ വിടാനായിട്ട് ചോറൊക്കെ ശരിയാണ്. എന്നാ ആയിക്കോട്ടെ. ഇതെന്തോ ഉണ്ടാക്കുന്നേ? ഇതുണ്ടാക്കുന്നത് ചോറ് തിളപ്പിക്കാൻ വേണം. ചോറ് തിളപ്പിക്കുകയാണോ? ഫ്രിഡ്ജിൽ വെച്ച ചോറാണോ? അല്ലല്ല, വെച്ച ചോറ് രാത്രി വെച്ച ചോറാണോ? ആ ഈ പുട്ടുകട എന്തോ പുട്ടുണ്ടാക്കാനാണോ? പുട്ടിൻ്റെ കൂടെ എന്തോ കറി എന്തുവാ? പുട്ടിൻ്റെ കൂടെ പഴമാണോ? മമ്മി സ്പെഷ്യൽ പഴമാണോ? ഇത് തിളച്ച് കഴിയുമ്പോൾ ഊറ്റുമല്ലേ? പുട്ടിൻ്റെ മാവ് കഴിക്കുകയാണോ? ഇതെങ്ങനെയാണ്? ചുമ്മാ വെള്ളം വെറുതെ തളിച്ചിട്ട് അങ്ങനെയാണോ കഴിക്കുന്നത്? എടുത്തിട്ട് വെള്ളം, ചൂടുവെള്ളമാണോ? ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളം, പച്ചവെള്ളം ഒഴിച്ച് കുഴക്കണം. ഉപ്പ് ചേർത്തിട്ട് 15 മിനിറ്റ് വെക്കണം. ചില പുട്ടുപൊടി 5 മിനിറ്റ്, ചിലത് 15 മിനിറ്റ്. ഇത് 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതിയോ? ഇത് 5 മിനിറ്റ് മതി ഈ പുട്ടുപൊടി. ഇതേതാ പുട്ടുപൊടി? ആ അത് കുഴപ്പമില്ല. പാലെന്തോ പിള്ളേർക്കാണോ? അത് പറഞ്ഞായിരുന്നു 5 മിനിറ്റ്. ഇത് 5 മിനിറ്റ് മതി ഇരിക്കണം. ഇത് 5 മിനിറ്റ് ഈ പൊട്ടുപൊടി. ചിലത് അങ്ങനെ അല്ല, 10 20 മിനിറ്റ് 30 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇത് 5 മിനിറ്റ്. ഇത് തേങ്ങയെ പൊട്ടിക്കുന്നതിന് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? മൂന്നാമത്തെ കണ്ണിൻ്റെ അവിടെ വെച്ച് ആ വരയിൽ വെച്ചാ പൊട്ടിക്കണ്ട. ഒന്ന് പൊട്ടിച്ച് കാണിക്കോ? ഒന്ന് വര ഉണ്ടാവും. 1 2 3 വര ഉണ്ടാവും. 3 കണ്ണിൻ്റെ അവിടെ. അപ്പൊ മൂന്നാമത്തെ ഇവിടെ ഞാൻ ലിച്ചി കുപ്പിക്കകത്ത് ലിച്ചി വരുന്ന കുപ്പിക്കകത്ത് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കും. ചെറുതായിട്ടേ തിരുകാവൂ പുട്ടിന്. സൈഡ് ചെറിയ ചെറിയ ഇതുണ്ടോ? അതെ, അരി തിളച്ചിട്ടുണ്ട്. ചോറ് തിളച്ചത്. 1 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ച് കുഴച്ച് ഇങ്ങനെ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കണം. ഇത് കട്ടയായിട്ടിരിക്കുമല്ലോ, ഇങ്ങനെ ഉടച്ചേ അങ്ങനെ ആക്കിയിട്ട് പുട്ടിൻ്റെ മാവ് എങ്ങനെ പരുവെന്നറിയാവോ? ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആക്കി നോക്കണം. ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഉരുട്ടാൻ പരുവോ, ഇങ്ങനെ പൊഴിഞ്ഞു പോകരുത്. എന്നാൽ ആ പരുവ പുട്ടുണ്ടാക്കുന്ന മാവിൻ്റെ പരുവ. നോർമൽ കുറ്റിയിൽ നിറയ്ക്കുമല്ലേ? മുളം പുട്ടുണ്ടാക്കാൻ മറ്റേ മുളം കുറ്റിയിൽ നിറയ്ക്കും. കുറച്ച് പൊടി, കുറച്ച് പീര, പിന്നെ കുറച്ച് പൊടി. അങ്ങനെ നമുക്ക് 3-4 സൈസിലെ കളർ വേണമെങ്കിൽ അങ്ങനെ മതി. ഇതിപ്പോൾ ഒറ്റ കളറിൽ 2 പകുതി കുറ്റിയാക്കി എടുക്കാം. നോർമൽ പുട്ട്. ഇതിനകത്ത് പലതും അരച്ച് ചേർക്കുമ്പോൾ കളർ വരും. ഓക്കെ. ആവി വരും. ചോറ് ഊറ്റി കഴിഞ്ഞല്ലേ? 2 മേളിൽ പോയി കൊടുക്കാനാ വെപ്രാളപ്പെടുന്നു. അരിഞ്ഞു വെച്ച മുരിങ്ങയ്ക്ക തോരനല്ലേ? വാട്ടാൻ വെക്കുക. ഒന്ന് വാടി കഴിയുമ്പോൾ ഇനി എടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കണം. ഇച്ചിരി ഉപ്പോ, മുരിങ്ങയ്ക്കകത്ത് ഉപ്പ് പിടിക്കണമെങ്കിൽ
മുരിങ്ങയ്ക്ക് ഇച്ചിരി ഉപ്പേ ചേർക്കാവൂ, കാരണം ഇതിനകത്തൊരു ഉപ്പ് രസം ഉണ്ട് മുരിങ്ങയ്ക്ക്. പുട്ടിന് ആവി വന്നോണ്ട് പുട്ടിന് ആവി ഇച്ചിരി കൂടെ വരാം. ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് എടുക്കും. ശകലം മഞ്ഞപ്പൊടി, ഒരു ശകലം, പിന്നെ അരപ്പി ചേർക്കും നമ്മൾ ഇതിലൊന്ന് പിടിക്കാനാണ്. വരുമ്പോൾ ഇതിങ്ങനെ മാറ്റണം. നമുക്ക് പിള്ളേർക്ക് കൊടുത്തു വിടാൻ പറ്റും. എന്നാൽ ഇനി തേങ്ങ അതിന് വേണ്ടിയാണത് ശരിയാക്കട്ടെ. തിരുവിയിട്ട് ഇതിനും തേങ്ങ തിരുവണല്ലോ. തേങ്ങ തിരുവാതെ പിന്നെ തേങ്ങ തിരുകാതെ പിന്നെ നടന്നതി പോവും. ഒന്നും കൂടെ പറഞ്ഞ കൗണ്ടർ കേട്ടില്ല. തേങ്ങ തിരുവാതെ പിന്നെ നടന്നു പോയി അതിനകത്ത് തിരുവി. പച്ചമുളക്, 2 പച്ചമുളക്, അതിൻ്റെ ഇത് എടുക്കണം. പിന്നെ 2 ഉള്ളി ചതക്കാനായിട്ട്, ചെറിയ ഉള്ളി. ഞാനിത് ചേർത്താ ഇടുന്നു. ചിലർ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഉള്ളി ഇതിനകത്ത് 2 3 ചതച്ചിടാം. ഇത് വാടിയോ? ഇല്ല, അത് വേവണം. മുരിങ്ങയ്ക്ക് ഒരു ചെറിയ വേവ് ഇങ്ങനെ വരുമ്പോഴത്തേന് വെന്തളിയുന്നതിന് മുമ്പ് ഇങ്ങനെ മാറ്റണം. പിള്ളേർക്ക് താൻ ധൃതിയായിട്ട് ഇരിക്കുന്നുണ്ട്, വേഗം ചെയ്യുക. അത് കുഴപ്പമില്ല മമ്മി, പയ്യെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് കാണുന്നവർക്കും മക്കളും അവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, മക്കളെ സ്കൂളിൽ വിടാൻ. അമ്മമാർക്ക് മെട്രോയെക്കാട്ടി സ്പീഡാണ് എല്ലാവരും പറയുന്നത്. തോരൻ വെക്കാം, അല്ലാതെ തന്നെ ഇതിട്ട് വെക്കാം. ചക്കക്കുരുവും ഇതും കൂടി ഇട്ട് തോരൻ വെക്കാം. പല രീതിയിൽ വെക്കാം. മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും എല്ലാം കൂടെ അവിയലും കൂടെ വെക്കാം. ഇത് ചേർക്കും നമ്മൾ. ഇത് അവസാനം തേങ്ങ എടുക്കുന്നതിൻ്റെ മേലിൽ നിന്നിട്ട് ചുമ്മാ ഒന്ന് എടുക്കണം. തേങ്ങ ചെറുതായിട്ടൊന്ന് കറക്കി എല്ലാം കൂടെ. മഞ്ഞപ്പൊടി അധികം ഇട്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം ചേർക്കും. ഒരുപാട് മഞ്ഞളായാലും തോരൻ കൊള്ളത്തില്ല. ഒന്ന് നിർത്തും. എന്തോ അമ്മേ? ഹോർലിക്സൊക്കെ ഇട്ട് പാല്, പിള്ളേർക്കുള്ള പാല്. ഒരാൾക്ക് ഹോർലിക്സാണ് ഇഷ്ടം, ഒരാൾക്ക് ബൂസ്റ്റ്. സ്പൂൺ ഒരെണ്ണം എടുത്തേക്കാവും അതിലുണ്ടെങ്കിൽ. കലക്കി വെക്കുക. ഒരാളുടെ ബൂസ്റ്റ് തീർന്നു. ശകലം പാലധികം വെച്ചേക്കുന്നേ പൂച്ചയ്ക്ക് കൊടുക്കാൻ. ഇച്ചിരി കട്ടയായിട്ടിരിക്കുക. അതങ്ങ് പൊടി തീരാറായ അടിയുടെ ഒരു വെക്കുന്ന കുപ്പിയുടെ അടി അടച്ചു വെക്കാനോ? തേങ്ങാവെള്ളം കളയാതെ സൂക്ഷിച്ചു വെക്കുന്ന. പിന്നെ നമുക്ക് ലിച്ചിയുടെ പാത്രത്തിനകത്ത് ഒഴിച്ച് വെക്കാം. ഈ കോരിയിട്ടേ അതിലോട്ട് തന്നെ കടു വറക്കാം. ഇത് കോരുവാണ്. ഈ വെള്ളം വേണം. അരപ്പ് ശകലം ഒന്നുകൂടെ വേവാനുണ്ടത്. പൊടിഞ്ഞു പോലിരിക്കാനാണ്. വെള്ളം പൊടിഞ്ഞോട്ട് ഒഴിക്കാം. അപ്പം ഇതിൻ്റെ ഈ സൂപ്പ് പോലത്തെ വെള്ളം ഒന്ന് കളയും. ആര് പറഞ്ഞു? അത് ഇതിനകത്ത് ഞാൻ ഒഴിക്കും. അരപ്പിന് വേവണ്ടേ? അതങ്ങ് പറ്റിയാലേ ചട്ടി ചൂടായി. വെളിച്ചെണ്ണ മതി, ശകലം മതി. കടുക് ഇച്ചിരി മതി, തോനെ ഇതിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ശകലം കടുക്. അത് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും വറ്റലും മുളകും. മുളകിൻ്റെ ശകലം വാല് വെച്ച് വേണം ഇടാൻ. അല്ലെങ്കിൽ മുളകിനകത്തോട്ടേ ഇതിൻ്റെ എരിയും നീരും ചാറും കയറുമ്പോൾ ഞെക്കി എടുത്ത് വേണം കഴിക്കാൻ. പിന്നെ ഇത് വീണിട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ. അത് കഴിഞ്ഞ് നമ്മളിവിടെ തന്നെ ഉണ്ടായ കറിവേപ്പില. നമ്മളെ വീട്ടിൽ തന്നെ
നമുക്കതിന് വിഷാംശം തേങ്ങ ഇടുക. അരപ്പിട്ടൊന്ന് വാട്ടിയിട്ട് ഇതൂടിട്ട് ഇളക്കിയങ്ങ് വെക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുവാണ്. കൈ മുറിയല്ലേ, കൈ വെച്ചൊക്കെ എടുത്ത കൈ മുറിയല്ല. അത് കടുവറ കടുവറ കടുവറ. പച്ചമണമൊക്കെ നന്നായി റെഡിയാവും. നമ്മളെപ്പോഴും ഇങ്ങനത്തെ മൺചട്ടിയിലാണോ ഉണ്ടാക്കുന്നത് ഇതൊക്കെ? ചിലപ്പം മൺചട്ടിയിലായിരിക്കും, ചിലപ്പം മറ്റേ ചീനിച്ചട്ടിയിലായിരിക്കും. അരപ്പെല്ലാം കൂടി ഇതിൻ്റെ മണ്ടയിലോട്ടേ ഇങ്ങനെ ആക്കും. അന്നേരം മുരിങ്ങയ്ക്ക് ഒന്നും പൊടിഞ്ഞു പോകത്തില്ല. പിന്നെ അവസാനത്ത് ഈ വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ ഒഴിച്ച് ഇതെല്ലാം അവിടെ അങ്ങ് ചെറിയ തീക്കകത്ത് വെക്കണം. എന്നിട്ട് അടപ്പിട്ടൊന്ന് അടയ്ക്കണം. ചെറിയ അടപ്പിട്ട് അടയ്ക്കണം. ആവിയിൽ കരിയാതെ കാർഷികമാണോ? അത് ഈ ചെറിയതായിട്ടൊക്കെ ഉള്ളത് പെട്ടെന്ന് കഴിയും. അല്ലെങ്കിൽ പിന്നെ കൂടി കിടന്നാൽ കഴിവാണ്. അവരുടെ മാത്രമാണ് ശരിയാക്കുന്നത്. അവർക്ക് പോകുന്നുണ്ട്, അവർക്ക് വെപ്രാളമില്ല പോകാൻ. വെള്ളം ഒന്ന് തോന്നുന്നു ഇങ്ങനെ വരുമ്പോൾ റെഡിയായി. ഇപ്പൊ കണ്ടോ സംഭവം സെറ്റായി. ഉപ്പെല്ലാം കറക്റ്റാ. പുട്ട് ശരിയായിട്ടുണ്ട്. പുട്ട് ശരിയായി. അവർക്ക് പാത്രത്തിലാക്കി കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യും. നമ്മൾ നല്ലോണം ഇത് വേവിച്ചോ ഒന്ന് ചെറുതായിട്ട് വരട്ടിയൊക്കെ വെച്ചേക്കുക. വെച്ചിരുന്ന ഇറച്ചിയായത്. അത് അന്നേരം എടുത്തൊന്നും കൂടെ ശരിയാകും. ഇന്നലെ ശരിയാക്കി വെച്ചിരുന്ന ചിക്കനാണ്. അതിന് ഒന്നും കൂടെ ഒന്ന് ചിക്കൻ കറിയാണ്, ചിക്കൻ റോസ്റ്റ്. അവർക്ക് റോസ്റ്റാണ് ഇഷ്ടം. അവർക്ക് മോര് കറി അല്ല, അത് മതിയായിട്ടല്ലേ ഇന്നലെ ഒഴിച്ചില്ല. ഇന്നലെ ഒഴിച്ചില്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കടു വറുത്തിട്ടേ ഉള്ളായിരുന്നു ഇന്നലെ. അത് ഇന്ന് അത് തന്നെ ശരിയാക്കുമ്പോഴത്തേന് അത് ഇന്നലെ ഞാൻ അമ്മക്ക് കൊഞ്ചൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കാനിട്ട്. അന്നേരം ഇതങ്ങ് വരട്ടി വെക്കാന്ന് വിചാരിക്കും. തേക്കുക. ഇത് അവർക്ക് കൂടുതലായിട്ട് വെള്ളം വേണ്ട. അവർ കോളേജിൽ പോകും. നമുക്ക് ചിക്കൻ കറിയുടെ റെസിപ്പി പിന്നെ ഒരു ദിവസം ഇടണം കേട്ടോ. അത് വേറെ വെക്കും. മഞ്ഞളാണ് മുളകാണ്. ഈ മുളക് ഇതെന്താ നമ്മള് കാശ്മീരി അല്ലല്ലോ, മറ്റേ പാണ്ടി മുളക് പൊടിയുടെ അത് തന്നെ കിച്ചൺ ടച്ചസിൻ്റെയാ. പക്ഷെ അത്ര ഗുണമേന്മയല്ലാത്തൊരു മുളക് പൊടിയാണ്. എരിവ് കൂടുതലാണ്. എരിയൊന്നുമില്ല, എരിയില്ല ഒന്നുമില്ല. അത് അത്ര ശരിയുള്ള ബ്രാൻഡല്ലെന്ന് തോന്നുന്നു. അജിമലിൻ്റെ വീട്. അപ്പൊ കിച്ചണിലെ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയല്ലോ. ഇനി പാക്കിങ് ആണ്. അവരെ പാക്കിങ് ചെയ്യണം. നമ്മൾ കഴുകുന്ന പാത്രം പിന്നെ ഒന്നുകൂടെ ഏത് സാധനം എടുക്കുമ്പോൾ ഏത് പാത്രം കഴുകി വെച്ചിരുന്നാലും ഒന്നുകൂടെ കഴുകണം നമ്മൾ. അപ്പം നമുക്കറിയത്തില്ല പാത്രം ഇതൊക്കെ നോക്കി വന്ന് നന്നാക്കി കയറി വന്നു. അവർക്ക് രണ്ടുപേർക്കും ഉള്ള ചോറ് അല്ലേ? ഇനി അവർ വരുമ്പം കൊടുക്കണം. വൈകിട്ട് ഇത് കൊടുത്ത് വിടണം. അത് മമ്മിയുടെ ഇഷ്ടം. 3 സ്പൂൺ വീതം ഉള്ളത് മതി. 3 സ്പൂണായിട്ടേക്കുന്നത്. അന്നേരം ഇതുകൂടെ അങ്ങ് വെക്കുകയാണെങ്കിൽ അത് കഴിച്ചോളൂ. ഹലോ മിസ്റ്റർ ജിക്കു, രാവിലെ എന്താ ഇവിടെ പരിപാടി? സാഷ്ടാംഗം പ്രണമിക്കുവാണോ? വേണ്ടായിരുന്നു ഇത്ര. ഫ്രിഡ്ജ് വെച്ചേക്കുന്ന മോരാണ്. ഇന്നലെ കാച്ചിയാ? രാത്രി കാച്ചിയ ഉള്ളി മോര്. ഉണക്കമാങ്ങ അച്ചാറ്. ഉണക്കമാങ്ങ അച്ചാർ. അപ്പം ഇതിൻ്റെ റെസിപ്പി നമുക്ക് പ്രത്യേകം ചെയ്യും. ചിക്കൻ കറിയൊക്കെ കുപ്പികളിൽ എടുക്കുന്ന മോരും ചിക്കൻ കറിയൊക്കെ മോര് കറി ഞാൻ എടുത്തോണ്ട് വരാം. ഇത് മാറ്റി വരട്ടി വെച്ച് കുറച്ച് മതി.
ആ രാവിലെ ഒരാൾ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട് പാല്. ഏതാ ബൂസ്റ്റാണോ കുടിക്കുന്നത്? വ്ളോഗിലോട്ടൊക്കെ ഒന്ന് പോകാൻ തരാം കേട്ടോ. അമ്മയുടെ പുതിയ സംരംഭത്തിലേക്ക് മക്കൾക്കും പങ്കാളി. അടുത്ത ആളുടെ എൻട്രി. രണ്ടുപേരും ഹോർലിക്സും ഇതും കുടിക്കുക. പോകാനായിട്ട് അവർക്ക് സമയമില്ല. തീരെ സമയമില്ലാത്ത തിരക്കുള്ള ആള് ഹാൻഡിൽ ചെയ്യാം. അവര് നേഴ്സിങ്ങിന് പഠിക്കുക, അതുകൊണ്ട് അവർക്ക് സമയമില്ല. സമയത്ത് എത്തണം. പാവപ്പെട്ട പിള്ളേരാണ്. അവർക്കങ്ങ് പാക്ക് ചെയ്ത് കൊടുക്കുക. പുട്ട്, ആവി പറക്കുന്ന പുട്ട്. ഫോൺ അടിക്കുന്നു. പാത്രങ്ങൾ കൊണ്ടുപോകും. പാക്കിംഗ് സെറമണി നടക്കുകയാണല്ലോ. പറഞ്ഞോ തിരക്കാണ്. ഹേ പോലാടാ, അവര് കോളേജിലേക്ക് പോവുക. കോളേജില് പൊലാടിനൊക്കെ ഇറച്ചിയാ, ചിക്കൻ കറി എന്ന് പറയും. തോരനും ഇറച്ചിയും മോര് കറി. പൊലാടൻ ഞെട്ടു. കൊഞ്ച് റോസ്റ്റും കേട്ടോ, പൊലാടൻ ഞെട്ടു. ചോറ് പാത്രം. അപ്പൊ നമ്മുടെ ചാനലിനോട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോ. ടാറ്റാ. ആ അതെ, ഭയങ്കര മഴയാ. ചെറുക്കനുണ്ട്. ലോകത്താരെ അനുസരിക്കാത്ത ജിക്കുമോൻ. ഇതാണ് മിസ്റ്റർ ജിക്കു. മമ്മി പൂച്ചയ്ക്ക് പാല് കൊടുക്കാൻ പോയേക്കാണ് ഗൈസ്. സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും എന്താ പറയാനുള്ളത്? എല്ലാവരും ഇത് കണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിച്ച എല്ലാം അറിയിക്കണം. എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. പിന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അമർത്തണം ബെൽ ബട്ടൺ. ടാറ്റ. അപ്പം ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും.